അങ്ങനെ വളരെ പെട്ടെന്ന് അടുത്ത വിഷുവും വന്നേ. കണി സെറ്റാക്കേണ്ട ജോലി അമ്മ എനിക്ക് തന്നു. അങ്ങനെ ഞാൻ നൈറ്റ് തന്നെ അത് സെറ്റാക്കി വെച്ചേ. അങ്ങനെ അമ്മ വെളുപ്പിനെ വന്ന് വിളിച്ച് പോയി കണിയൊക്കെ കണ്ട് തുടങ്ങി. എന്തായാലും കണി കണ്ട ഈശ്വരോട് തുടങ്ങിയതല്ലേ, പോയി കിടന്നുറങ്ങി കുറച്ച് നേരം കൂടെ. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് എഴുന്നേറ്റ് കുളിച്ച് തന്നെ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് റെഡിയായി ഗൈസ്. എന്ത് നല്ല കാര്യം ചെയ്താലും പ്രാർത്ഥിച്ച് തുടങ്ങാമല്ലോ. അപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി ഡേ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് തന്നെ കണി ഒന്നുകൂടി കണ്ട് വിളക്കണച്ചിട്ട് പോകാമെന്ന് കരുതി അമ്പലത്തിലോട്ട് ഇറങ്ങുവാണ്. വിഷുവാണ്ടായിരിക്കും, ഈച്ചക്കുഞ്ഞു പോലും കയറാത്ത അമ്പലത്തിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. വിഷായപ്പോഴത്തേനും എന്നെപ്പോലെ എല്ലാവരും നന്നാകുന്ന കരുതി കാണുമായിരിക്കും. അങ്ങനെ അമ്പലത്തിൽ സാധനമൊക്കെ വാങ്ങിച്ചു, തൊഴുത്തു, ഇറങ്ങി. പിന്നെ ചന്ദനവും കിട്ടി. ഈ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൈസ്? നിങ്ങൾ വിഷുവിന് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയോ? ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വിഷു? അപ്പം നമ്മൾ സ്ഥിരം അങ്ങനെ പോയിട്ട് വന്നു. അമ്മയുടെ ഫുഡൊക്കെ എടുത്ത് അപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ചു. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ ഗൈസ്.